ഒരുപാട് വ്യൂവേഴ്സ്, നല്ലവരായ വ്യൂവേഴ്സ് എനിക്കൊരു കമന്റ് തന്നായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ പൊടികളൊക്കെ ചില്ല് കുപ്പിയിൽ ഇട്ട് വെക്കണം, നല്ലതാണ്. ഒരു മിസ്റ്റേക്ക് പറഞ്ഞതിലുണ്ട്. വ്യൂവേഴ്സിന്റെ ഏതെങ്കിലുമൊക്കെ പിള്ളേര് 10th-ലോ 12th-ലോ ഒക്കെ ഉണ്ടെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ വന്നാലും നല്ല ഉപകാരപ്രദം. അയ്യോ, ഇതില്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ഫാൻ ഇടാണ്ട് ഇവിടെ നിൽക്കാൻ ഒരു രക്ഷയില്ല. ഒഴിച്ചോ നല്ല കിടിലൻ മാങ്ങ മൊപ്പാസ്. ഈ അരിഞ്ഞു വെച്ചേക്കണ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി മാങ്ങയാന്നുള്ളത് മനസ്സിലായി കാണാം. ഈ ചേന്തി ആട്ടോ ഞാൻ അരിയണം, ഈ രീതിയിൽ അരിയണേ. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പാല് പിഴിയുമ്പോ അരിയണം. അപ്പൊ മാങ്ങ പുളിയുണ്ട് മാങ്ങയ്ക്ക്. വാസ്തവത്തില് ചെനച്ച മാങ്ങയാണെങ്കിൽ ഇച്ചിരിയോടെ പുളി കുറവായിരിക്കും, അതാണ് വേണ്ടത്. അതിപ്പോ അവൈലബിൾ അല്ലല്ലോ. 2-3 കടയിൽ കയറിയിട്ട് ഈ രീതിയിലുള്ള മാങ്ങയാണ് കിട്ടിയത്. അപ്പൊ ഒരു ഫുൾ മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു സവോള, ചെറിയ സവോള, ചുമന്നുള്ളി ആണെങ്കിൽ ഇച്ചിരിയോടെ നല്ലതാ. പക്ഷെ നന്നാക്കി എടുക്കാനുള്ള പ്രശ്നം കൊണ്ടാ ഞാൻ സവോള കുറച്ച് നന്നാക്കിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വൈകുന്നേരം സ്നാക്സിന് എടുക്കണം, അതുകൊണ്ടാ. സവോള, ഒരു പച്ചമുളക് ചേന്തി അരിഞ്ഞത്, ഒരു സ്വല്പ ഇഞ്ചി, ഇത്രയും സാധനം അരിഞ്ഞത് നമുക്കിത് കലത്തിലേക്ക് ചേർക്കാം. എന്നിട്ട് എന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കലത്തിൽ ചേർത്ത് വെച്ച് ഇത് തിരുമ്മി ഒരു 10 മിനിറ്റ് ഇരിക്കണം, എരിവും ഉപ്പും ഒക്കെ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് കേട്ടോ, മാങ്ങയിലേക്ക് കഷ്ണത്തിലേക്ക് പിടിക്കാനായിട്ട്. അപ്പൊ ഇത് ചെയ്യാൻ പോണത് അങ്കമാലി രീതിയിലുള്ള ഒരു മാങ്ങാ മപ്പാസ് നമ്മൾ നേരത്തെ ഓൾറെഡി ചാനൽ തുടങ്ങി ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അങ്കമാലി സ്റ്റൈലിലുള്ള മാങ്ങാ മപ്പാസ് എന്ന് പറഞ്ഞാൽ അങ്കമാലി സ്റ്റൈലിൽ നമ്മളുടെ കിച്ചണിൽ തയ്യാറാക്കുന്ന മാങ്ങാ മപ്പാസ്. അവരുടെ അതേ രീതി ആയിരിക്കൂല എന്റെ മാങ്ങാ മപ്പാസ്, ഏകദേശം ഒക്കെ ഒക്കും എന്നാണ് എന്റെ അഭിപ്രായം, എന്റെ തോന്നല്. എല്ലാ വീടുകളിലും ഉണ്ടാക്കണതല്ല, ഞാൻ ചെറുപ്പം പോലെ കണ്ടേക്കണതുമായത്. അപ്പൊ അവരുടെ രീതിയിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ അംഗീകരിക്കണ്ട കേട്ടോ. അപ്പൊ ഞങ്ങളുടെ കിച്ചണിൽ തയ്യാറാക്കുന്ന ആ അങ്കമാലി സ്റ്റൈലിലുള്ള മാങ്ങാ മപ്പാസ്, നോയമ്പുകാലല്ലേ, അപ്പൊ ചക്കക്കുരു മാങ്ങ, വെള്ളിരിക്ക മാങ്ങ, മുരിങ്ങാക്കോല് മാങ്ങ, ഇങ്ങനെയൊക്കെ ഒരേ വെറൈറ്റിയാണ് ചെയ്ത. സാമ്പാറ്, മോരുകറി, ഓരോ നിങ്ങൾ കാണാറുണ്ടല്ലോ വീഡിയോസിൽ. സാറ്റർഡേ സൺഡേ ഉള്ളതാണ് നിങ്ങൾ കാണുന്നുള്ളൂ, ബാക്കിയുള്ളതൊന്നും നിങ്ങൾ കാണാറില്ലല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇച്ചിരി നേരം പെരട്ടി വെക്കണേ. അപ്പൊ ഉപ്പ് മാത്രമേ ആദ്യം ചേർത്തിട്ടുള്ളൂ. അതിന് ഈ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്തു കൂട്ടാം. അപ്പൊ അതിന് ഈ പച്ചമുളകേ, നമ്മുടെ പച്ചമുളക് തീർന്നുകൊണ്ട് ഞാൻ ഇച്ചിരി ഇന്നലെ ഷോപ്പിൽ നിന്ന് മേടിപ്പിച്ച നല്ല എരിവാ. അതുകൊണ്ട് എരിവ് മുളക് പൊടി സ്വല്പം ചേർത്താൽ മതി. ഞങ്ങൾക്ക് സ്പൈസി ആയിട്ടിരിക്കണ ഇഷ്ടമല്ല എന്ന് എല്ലാ ഞങ്ങളുടെ സ്ഥിരമായിട്ട് കാണുന്ന വ്യൂവേഴ്സിനും അറിയാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ എരിവ് അധികം യൂസ് ചെയ്യണില്ല, സ്വല്പം എരിവ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കളറിനും ഭംഗിക്കും രുചിക്കും കൊഴുപ്പിനെ തേങ്ങാപ്പാൽ പിഴിയണ ഉണ്ടായിക്കോളും. അതിനു വേണ്ടി സ്വല്പം ഷെർലി ചേച്ചിയുടെ പിരിയമുളക് പൊടി ഓൾറെഡി തീർന്നു. കാരണം ഇപ്പൊ നോമ്പുകാലം ആയതുകൊണ്ട് പിരിയമുളക് പൊടി വലിയ ഉപയോഗം ഇല്ല, കാരണം മീനിനല്ലേ കൂടുതലും അത് എടുക്കണത്. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഷെർലി ചേച്ചിടിയാ. മല്ലിപ്പൊടി വേണം മപ്പാസാകുമ്പോ, ഇത് മതി. ഈ ഒരുപാട് വ്യൂവേഴ്സ്, നല്ലവരായ വ്യൂവേഴ്സ് എനിക്കൊരു കമന്റ് തന്നായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ പൊടികളൊക്കെ ചില്ല് കുപ്പിയിൽ ഇട്ട് വെക്കണം, നല്ലതാണ്. 100% ഞാൻ അംഗീകരിക്കണം. ചില്ല് കുപ്പിയിലാണ് പൊടികൾ ശരിക്കും ഇടേണ്ടത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ചില്ല് കുപ്പിയിൽ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിൽ തട്ടിന്റെ പുറത്തല്ലേ വെക്കണത്. അതിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇതായി അപ്പം തന്നെ ബ്രേക്ക് വരും. അത് കാരണം അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൈകാലുകളും എല്ലാം മുറിയാൻ സാധ്യതയുണ്ട്. ശരിക്കും ഏറ്റവും നല്ലത്, ഹെൽത്തിന് നല്ലത് ചില്ലുകുപ്പി തന്നെയാണ്. ഞാൻ അംഗീകരിച്ചു, പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഉപ്പിടുന്നത് തെറ്റാന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് മാറ്റി ചില്ലുകുപ്പി തന്നെ, അതെ ചില്ലുകുപ്പിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ ചിലര് പ്ലാസ്റ്റിക് ബോട്ടിലാന്ന് ഓർത്താന്ന് തോന്നുന്നു പറയണത്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടരുത്, പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതൊന്നും ഇടണം നല്ലതല്ല, ഉപ്പ് ഇടണം നല്ലതല്ല. അപ്പൊ ഞങ്ങൾ ചില്ലുകുപ്പിയിലാണ് കേട്ടോ ഉപ്പ് സൂക്ഷിക്കണേ. ഉപ്പ് വർക്ക് ഏരിയയില് വലിയ ചില്ലിന്റെ കുപ്പിയിൽ അവിടെ ഇരിക്കണ, എപ്പോഴെങ്കിലും സമയം പോലെ ഒന്ന് പിടിച്ചു വെച്ചേനെ. അതിലും ഇരിപ്പുണ്ട്. കല്ലുപ്പ് മേടിക്കണ കൽച്ചട്ടിയിലാണ് വെച്ചേക്കണേ, അമ്മച്ചിയുടെ പണ്ടത്തെ കൽച്ചട്ടിയിലാണ്. പിന്നെ ഇതൊക്കെ ഫുഡ് ഇടാൻ പറ്റുന്ന, ഫുഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണ് കേട്ടോ. അത് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സെൻട്രൽ മാള് പണ്ടത്തെ ഫുഡ് സേഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഇവള് പണ്ട് ബിഗ് ബസാറിൽ നിന്ന് എനിക്ക് ബിഗ് ബസാർ ഉള്ളപ്പോ മേടിച്ചോണ്ട് തന്നത്. അപ്പൊ അത് കാരണം പിന്നെ അത്ര ഇതുണ്ടാവൂല. അതെ തിരുമ്മി വെച്ചു. ഇനിയില്ലേ കരണ്ട് പോയി, കുഴപ്പമില്ല. തേങ്ങ ചിരണ്ടി പിഴിഞ്ഞു വെച്ചു രാവിലെ 9 മണി ആയപ്പോഴത്തേക്കും. ഞാൻ വെറുതെ ചിരണ്ടി പിഴിഞ്ഞത് എന്നാന്ന് വെച്ചാൽ സമയം ഉണ്ടല്ലോ എന്ന് കരുതി. കുറച്ച് നല്ല പുളിയാ, കുറച്ചേ
വേപ്പില പറിച്ചുകൊണ്ട് വരാം ഞാൻ. എന്നിട്ട് വേപ്പില ഇതിന്റെ കൂടെ വേണം. ഇതിന്റെ കൂടെയേ ഒരു സംഗതി ചെയ്യാനുണ്ട്. ഒരു മിനിറ്റ് ഇച്ചിരി നീങ്ങിക്കേ. ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ തിരുമണം. എന്നാന്നറിയാമോ, ഈ എരിവും ഇതുമൊക്കെ ഒന്ന് ന്യൂട്രലൈസ് വരാൻ വേണ്ടിയിട്ട് അത് കയ്യിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ. എരിവുണ്ടല്ലോ അതൊന്നും ഇതാവാൻ വേണ്ടിയാട്ടോ. ഇനി അവിടെ അവൻ ഇരിക്കട്ടെ, റെസ്റ്റ് ചെയ്യട്ടെ. പണ്ട് പറഞ്ഞ ഭാഷ പറയരുത്, ഏതാണ്ട് വെക്കാൻ നേരത്തെ റെസ്റ്റ് ഇൻ പീസ് കോഴിയുടെ. അപ്പം നമുക്ക് ബർണറായിട്ട് കയറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ സ്ഥലം അത്യാവശ്യം കിട്ടും. എന്നിട്ട് റാഗി കുറുക്കിയതങ്ങ് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ പരിപാടി തുടങ്ങും. ഇതിനിപ്പോ ഞാൻ ഇച്ചിരി വേപ്പില നേരത്തെയും പറിച്ചുകൊണ്ട് വരാം. ഇതിന് വേവധികയില്ല. കറണ്ട് വന്നു വേവധികയില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് വെന്തോളും. ഓക്കെ, നിങ്ങളൊക്കെ കിച്ചണിൽ രാവിലത്തെ തകൃതിയായ പണിയിലാണെന്നറിയാം. എങ്കിലും എല്ലാവർക്കും രാവിലെ കിച്ചണിൽ ഒരു 11 മണി വരെ എന്തായാലും ജോലിയുള്ളവരല്ലാത്ത ലേഡീസിനൊക്കെ പണിയുണ്ടാവും. ജോലിയുള്ളവർ രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം ചെയ്തേച്ച് പോകും. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടല്ലേ അവരുടെയൊക്കെ വർക്കുകൾ. അപ്പൊ ഞങ്ങൾ എന്നെ പോലെയുള്ള വീട്ടമ്മമാരൊക്കെ രാവിലെ ഫുൾ തിരക്കിലായിരിക്കും. ഇപ്പൊ 9:45 ആയിട്ടുള്ളൂ. ഞങ്ങൾ ഉച്ചത്തേക്കുള്ള പരിപാടിയാണ്. കറി ഉലർത്തേറി ഉണ്ട്, പാവയ്ക്ക കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ദേ മാങ്ങ തിരുമ്മി കുറച്ച് സമയമായി വെച്ചിട്ട് രണ്ടാമത്തെ പാൽ ഒഴിച്ചിട്ട് മാങ്ങ വേവിക്കാൻ പോവാട്ടോ. ഇത് മുഴുവൻ ഒഴിക്കേണ്ടി വരൂല്ലായിരിക്കും കേട്ടോ. തലപ്പാല് വേറെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിരണ്ടിപ്പിഴിഞ്ഞ സ്വന്തം ചിരണ്ടിപ്പിഴിഞ്ഞ തേങ്ങാപ്പാലാട്ടോ. പൊരിപ്പിലൊക്കെ അവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ട്. തേങ്ങ ഒഴിച്ചേക്കാം അല്ലേ. ഇനി ഞാൻ തലപ്പാൽ ഇവിടെ കൊണ്ട് വെച്ചേക്കാം ലാസ്റ്റ് ഒഴിക്കാനേ. ഇനി നമുക്കേ മൂടി വെച്ച് അങ്ങ് വേവട്ടെ. മാങ്ങ പെട്ടെന്ന് വേവും. നല്ല പുളിയാ, പുളി വേണം. അപ്പയ്ക്ക് പുളി അത്ര പിടിക്കൂല. അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഒരു മിസ്റ്റേക്ക് പറഞ്ഞതിലുണ്ട്. 2-ാം പാലല്ല, 3-ാം പാല. 2-ാം പാൽ അവിടെ കപ്പിലുണ്ട്. കുഞ്ഞു കോഫി മതിൽ എടുത്തോണ്ട് വരാം. വേനൽക്കാലത്ത് വേപ്പില മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ പുഴുക്കുത്താണ്. അതായത് തളിര് വന്നേക്കണ വേപ്പില പറിച്ചോണ്ട് വന്ന് കഴുകിയതാട്ടോ. ഇതിൽ പുഴുക്കുത്തില്ല കേട്ടോ. അതെന്നാന്ന് വെച്ച് ഈ മൂത്ത് തന്നെ ഇതിലെ ഇലകളിലെല്ലാം എന്തോരം വേപ്പുമര ഇലകളിലെല്ലാം പുഴുക്കുത്തു. ഒരെണ്ണത്തില് ഇങ്ങനെ പ്രാണിയും പുഴുക്കുത്തും വന്നാൽ പിന്നെ എല്ലാത്തിലും അങ്ങനെയായിരിക്കും. ഇലയിൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടാനൊരു സുഖമില്ല. ഇലയല്ലേ ഇതിന്റെ ടേസ്റ്റ് തന്നെ. അപ്പൊ അതിൽ കേടാണെങ്കിൽ പിന്നെ കഴിയാലും അത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവൂല. അത് കാരണം ഞാൻ ഇങ്ങനെ കുനിപ്പായിട്ട് വന്നേക്കണ തീരെ ഇളവൻ കറിവേപ്പില പറിച്ചുകൊണ്ട് വന്നേച്ച് കഴുകി ഇതിലേക്ക് ചേർത്താട്ടോ. ഇതിൽ കുറച്ചുകൂടി ഇരിപ്പുണ്ട് കടുക് പൊട്ടിക്കാനും. അപ്പം എല്ലാവരുടെയൊക്കെ കിച്ചണിൽ തകൃതിയായിട്ട് പണികളായിരിക്കും. ഉച്ചത്തേക്കുള്ള ജോലിക്കാരൊക്കെ ജോലിക്ക് പോയി കാണും. പിള്ളേർക്കൊക്കെ എക്സാമിനേഷൻ നടക്കണം. നമ്മുടെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ പിള്ളേർ 10th-ലോ 12th-ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എക്സാം നടക്കുമായിരിക്കും. എങ്ങനെയിരുന്നു അവരുടെയൊക്കെ എക്സാം? ചില പിള്ളേരൊക്കെ നമ്മുടെ സ്ഥിരം ആരാധകരുണ്ട്. അപ്പം അങ്ങനെ ആരാന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ചിലരിങ്ങനെ എഴുതാറുണ്ട് ഇതിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങളൊക്കെ ഈസി ആയിട്ട് എഴുതുക. ഞങ്ങളുടെ റിലേഷനിൽ കുറേ കുട്ടികൾ 10th ഒക്കെ എഴുതാനുണ്ട്. 12th ആരും ഇല്ല. അവർക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തപ്പം അങ്ങ് ചോദിച്ചതാട്ടോ. അപ്പോൾ ഓക്കെ, ചൂട് കാലം അല്ലേ, നൊയമ്പിന്റെ കാലം, ചൂട് കാലം. ഒരു മഴയൊന്ന് പെയ്താൽ ചെറിയൊരു പൊടിയെങ്കിലും ഒന്ന് ശമിച്ച് കിട്ടിയാണ്. അപ്പം അതിനും ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ഇങ്ങോട്ട് മഴ കിട്ടിയില്ല. ഏതെങ്കിലുമൊക്കെ ഭാഗത്തേക്ക് മഴ കിട്ടിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ? കിട്ടിയെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് മറുപടി എഴുതൂ കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ട് വെന്തു, നല്ല പുളിയുണ്ട്. അപ്പൊ പെയിന്റ് മേടിക്കാൻ പോണതാ. പെയിന്റിങ് നടക്കണോണ്ടേ ആവശ്യത്തിനനുസരിച്ചാ കടയിൽ നിന്ന് എടുത്തോണ്ട് പോനെ ഇവിടെ. ഇപ്പൊ 2-ാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചോണ്ടിരിക്കുക കേട്ടോ. അതെ, 2-ാമത്തെ പാല് ഞാൻ 3-ാമത്തെ പാൽ ഒഴിച്ചാട്ടോ വേവിച്ചത്. ഞാൻ നിങ്ങളോട് പറയാൻ മിസ്റ്റേക്ക് പറ്റിയതാണ്. 2-ാം പാലിലാണ് വേവിക്കണേന്നാ. അപ്പൊ 3 ട്രിപ്പ് പിഴിഞ്ഞെടുത്തായിരുന്നു സത്തുള്ളത് കൊണ്ട്. അപ്പൊ 2-ാം പാൽ ഇതിൽ 1/4 ഉണ്ടായിരുന്നത് ഇതിലേക്ക് ഓൾറെഡി ഒഴിച്ചു കേട്ടോ. ഇനിയിപ്പോ ഇല്ലേ, ഇതൊന്ന് തകർന്ന് വന്നു കഴിഞ്ഞാൽ 1-ാം പാൽ ഒഴിച്ച് വാങ്ങാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, നമ്മള് തിളപ്പിക്കൂല, ചൂടായി കഴിഞ്ഞാൽ വാങ്ങൂട്ടോ. അപ്പൊ ആ ഒപ്പം നമുക്ക് സ്വല്പം ഗരം മസാല ചേർക്കണം. കൂടാതെ പുളിപ്പൊന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഒരു പൊടിക്ക് ഷുഗർ ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. സംഭവം പെട്ടെന്ന് കഴിയും. തേങ്ങ ചിരണ്ടി പിഴിഞ്ഞു വെച്ചാൽ മതി. പിന്നെ തേങ്ങാപ്പാൽ അല്ലാതെ മേടിക്കുന്നവർക്കാണെങ്കിൽ തേങ്ങാപ്പാൽ അങ്ങനെ ചിരണ്ടി പിഴിയേണ്ട കാര്യം. 1-ാം പാല് നല്ല കട്ടിപ്പാല് കേട്ടോ. അതെ, കൊഴുപ്പുള്ള പാല്. ഇങ്ങനെയാണ് ഞങ്ങളങ്ങനെ തേങ്ങാപ്പാല് മേടിക്കല് വളരെ അപൂർവം. ഇന്നാളെ ഏതാണ്ട് സുഖമില്ലായിരുന്നപ്പോൾ ഏതാണ്ട് ഒരു സമയത്ത് ഒരു പാക്കറ്റ് മാഗിയുടെ മേടിച്ചായിരുന്നു. ഓർക്കണില്ല, നീ മേടിച്ചോണ്ട് വന്നേ. എമർജൻസിക്ക് എടുക്കാൻ വേണ്ടി ഏതാണ്ട് ഉണ്ടാക്കിയപ്പോൾ. പക്ഷെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തേച്ചേ എനിക്കത് മേടിച്ചിട്ട്
ആ സാധനം വളരെ നല്ലതാ, ഒരിക്കലും മോശാന്ന് ഞാൻ പറയണില്ല. നമ്മൾ ഈ തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് എടുത്തത് കാരണം ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു തൃപ്തിക്കുറവായിരുന്നു. അങ്ങനെ ഓക്കെ. ഇനി അപ്പം എന്തോ പോലും പല്ലേക്ക് ഞാൻ ഗരം മസാല ചേർക്കണത്, പല്ലേക്ക് അത് മിക്സ് ആയിക്കോളൂ കേട്ടോ. ചൂട് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ചെയ്യുക, അറിയാലോ. അത് ഫാൻ ഫുള്ളിലിട്ടേക്കുക, ഫുള്ളിലിട്ടിട്ടില്ല. ഫുള്ളിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കടകടാന്ന് ഇതിന്റെ സൗണ്ട് കൊണ്ട് ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ പ്രശ്നം. അത് കാരണം മീഡിയത്തിൽ കിടക്കണം. ഭയങ്കര ചൂടാ. ഈ സാധനം മേടിച്ചത് വലിയ ആശ്വാസമായി, ഫ്ലെയിം കെട്ടുപോവാതെ. കാര്യം ഇതിന് വില അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന് ഇച്ചിരി കളർ ചേഞ്ച് ഒക്കെ വന്നാലും നല്ല ഉപകാരപ്രദം. അയ്യോ, ഇതില്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ഫാൻ ഇടാണ്ട് ഇവിടെ നിൽക്കാൻ ഒരു രക്ഷയില്ല അല്ലേ? എല്ലാവരുടെ കിച്ചണിലും അങ്ങനെയാട്ടോ, ഇവിടത്തെ മാത്രമല്ല. എല്ലാവർക്കും ചൂട് എല്ലാവർക്കും ബാധകമല്ലേ. പിന്നെ നമുക്കില്ലേ തലപ്പാല് ചേർക്കാം. ഇത് മതി, വേവൊക്കെ നന്നായിട്ടായി. തലപ്പാല് ചേർത്ത് എന്തായാലും ഇച്ചിരി ഷുഗർ ചേർക്കണം കേട്ടോ. നിനക്കിഷ്ടം ഇത്രയും പുളി? അമ്മച്ചിക്ക് നിനക്ക് ഈ തലപ്പാല് ചേർക്കുമ്പോൾ പുളി കുറയും. ഒഴിക്കുവാണേ. ഈ കരട് പോലെ കിടക്കണ മറ്റേ പൊടിയാട്ടോ ഗരം മസാലയുടെ. തലപ്പാല് ചേർത്ത് പിരിയാതിരിക്കാൻ ഇങ്ങനെ പൊങ്ങി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ തിളയ്ക്കാതെ തന്നെ ഓഫ് ചെയ്തു കൂട്ടോ. ഈ പുളിയൊക്കെ ഉള്ളതല്ലേ, എനിക്ക് പേടിയാണ് പിരിഞ്ഞു പോകുന്നത് കൊണ്ട്. തലപ്പാല് ചേർത്ത് എപ്പോഴും നമ്മൾ ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യും. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഞാൻ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് തവ എടുത്തുകൊണ്ട് വരാം, കടുക് പൊട്ടിക്കാം. തവ എടുത്തുകൊണ്ട് വരാം കേട്ടോ. കടുക് പൊട്ടിച്ച് ഇച്ചിരി പിരിയമുളക് പൊടി കൂടെ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കളർ കിട്ടും. ഒരു സ്വല്പം ഷുഗർ ചേർക്കണം കേട്ടോ. അത് നമുക്ക് ചേർക്കുമ്പോൾ കാണിക്കാം. അതിലെ കറിയില് പുളിപ്പ് ന്യൂട്രലൈസ് ചെയ്യാം. ചുവന്നുള്ളി, ഇച്ചിരി തനതായ വേപ്പില. അല്ല, സാധാരണ ഇടുന്ന വേപ്പിലേ. പറഞ്ഞത് മാറിപ്പോയത് എന്നാന്ന് വെച്ചാൽ ചൂട് കൊണ്ട് വാക്കുകൾ ഇപ്പൊ കിട്ടണില്ല, അതുകൊണ്ടാട്ടോ. ഇത് മൂത്ത് കഴിയുമ്പോഴേ ഇച്ചിരി പിരിയമുളക് പൊടി ചേർക്കാം, കളറ് കിട്ടാം കറിക്ക്. അത് ലാസ്റ്റ് അത് കാണിക്കാം കേട്ടോ. സ്വല്പം മതി, ടേസ്റ്റൊക്കെ ഉണ്ട് നല്ല. ഇച്ചിരി ഒരു ചുമപ്പരാശി കിട്ടണ്ടേ, പുളി മൂത്തും. ഇതിലേക്കല്ലേ ചേർക്കണല്ലേ? അപ്പൊ നല്ല ഐഡിയ. ഓഫ് ചെയ്യുവാണേ. എന്നിട്ട് ഇളക്കൂട്ടം ഇത് ചേർത്തത് കൊണ്ടും മുളക് പൊടി ചേർത്തുകൊണ്ട് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇതുണ്ടാവൂല. ഇച്ചിരി ഇതിലേക്ക് ഇത് ഒഴിച്ച് ശരിയാക്കാം കേട്ടോ. കണ്ടോട്ടോ, ഇളക്കാൻ പോവാണേ. ഇപ്പൊ കളർ കണ്ടോ? ഇനി ഇപ്പൊ കണ്ടോട്ടോ. അതെ, ശരിക്കും മപ്പാസ് ഉണ്ടാക്കാൻ എളുപ്പം. തേങ്ങ അത് മാത്രമേ ഉള്ളൂ. അത് ഒരു ഭാരമായിട്ട് എനിക്ക് തോന്നാറില്ല. ഒരു തേങ്ങയൊക്കെ ചിരണ്ടി പിഴിയാൻ കുഴപ്പമില്ല. നമ്മള് സ്റ്റൂവിനൊക്കെ അങ്ങനെയല്ലേ, കൂടുതൽ തേങ്ങ ചിരണ്ടി പിഴിയേണ്ടി വരുമ്പോഴാണ് കുഴപ്പം. ഇനി നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത്. നീ മാങ്ങയുടെ ആളല്ലേ, ചൂട് ഭയങ്കര, അതുകൊണ്ട് ഇച്ചിരിച്ച് എടുത്ത് തന്നത്. ടേസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഇച്ചിരി ഷുഗർ എന്തായാലും ചേർക്കണം. നീ കളർ വേണ്ടല്ലോ? വേണ്ട. ഓ, കണ്ണും കാണാൻ മേല. നല്ല. പക്ഷെ ഷുഗർ ഇച്ചിരി ചേർക്കണം. ഇച്ചിരി ഷുഗർ വേണം, കാരണം ഇച്ചിരി പുളിയുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ. പുളി ഇറങ്ങും, ഇനി അങ്ങനെ പുളി ഇറങ്ങും. ഒരുപാട് പുളിയില്ല, പക്ഷെ ഇച്ചിരി പുളി ഇറങ്ങും. പിന്നെ മൊപ്പാസ് ആവുമ്പോ ഇച്ചിരി പുളിയൊക്കെ വേണം. മാങ്ങാ മപ്പാസിന്, വെണ്ടക്ക മപ്പാസിന് പുളിയില്ല. അതിന് പുളിയില്ല. പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് വിനീഗർ ആഡ് ചെയ്യണില്ല. മാങ്ങായ്ക്ക് പുളിയില്ലെങ്കിൽ സ്വല്പം വിനീഗർ ആഡ് ചെയ്യണം കേട്ടോ. ഇതിപ്പോ വിനീഗർ കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇളക്കുവാണേ. ഇനി അവിടെ ഇരുന്ന് ഇച്ചിരിയോടെ കുറുകും. ഇത് ഇപ്പൊ തന്നെ കുറുകലായി, പക്ഷെ കുറച്ചുകൂടെ കുറുകി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് കാണിക്കാം. അപ്പൊ അമ്മ ഈ സമയത്ത് ഇത് അടച്ചു വെച്ചേച്ച് ഒരു കാര്യം ചേർത്തില്ല, ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. ചേച്ചി അവർക്ക് ചായ കൊടുക്കണം. കട്ട ഈ സമയത്ത് കട്ടണം. മാങ്ങ മപ്പാസ് ആകുമ്പോഴേ ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടി ചേർക്കാറുണ്ടത്. കണ്ടോ? അത് മതി.
ഉലുവ വറുത്ത് പൊടിച്ചന്ന് നമ്മൾ വെച്ചത് അതേ ഇരിപ്പുണ്ട്, നമ്മള് വീഡിയോ ചെയ്തിരുന്നു. ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി മൂടി വെക്കട്ടെ കേട്ടോ. ഈ പാത്രമൊക്കെ വർക്കേരിയയിലെ സിങ്കിൽ വെച്ച് കട്ടൻ തകത്തട്ടെ കേട്ടോ. ഓക്കെ, കട്ടൻ ഞാൻ ഗ്ലാസ്സിലേക്കൊക്കെ ആക്കി. നല്ല കടുപ്പം വേണമെന്ന് എന്നോട് അവർ പറയണേക്ക്. നമ്മൾ ഈ കട്ടൻ എടുക്കുമ്പം മൈൽഡായിട്ട് എടുക്കണം, അവർക്ക് പിടിച്ചില്ല. നല്ല കടുപ്പം വേണമെന്ന് എന്നോട് പറയുന്നത്. സ്ട്രോങ് ആയിട്ടിരിക്കണം. ഗ്ലാസ് എടുത്തോണ്ട് വരാം കേട്ടോ, അവർക്ക് കൊടുക്കാൻ. പെയിന്റിങ് പെയിന്റ് ചെയ്യണ ചേട്ടന്മാർക്ക് രണ്ടുപേരോ വർഷങ്ങളായിട്ട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതെ അതെ അതെ, ഇപ്പോഴത്തെ സ്ഥിര ആൾക്കാരാണ്. വീട് വെച്ച കാലം തൊട്ട്. വീട് വെച്ചത് 65 കൊല്ലം. ഞാൻ വന്ന കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്യാനായിട്ട് ആദ്യമേ വന്ന പാർട്ടികളാണ് കുര്യാക്കോച്ചേട്ടൻ ആൾക്കാരുമായിട്ട്. പിന്നെ ഇന്നേ വരെ കുര്യാക്കോനെ മാറ്റിയിട്ടില്ല. അതിൻ്റെ കൂടെ വന്ന പുള്ളി വേറെ വേറെ പലരെയും കൊണ്ടുവരും. പുള്ളിയാണ് സ്ഥിരം ഓർഡർ എടുക്കണത്. പണ്ട് മൂലെ പരിചയക്കാരനല്ലേ പുള്ളി. ഇപ്പോൾ ഒരു 30-35 കൊല്ലമായി ഈ വർക്ക് തുടങ്ങിയിട്ട് എന്നാ പറഞ്ഞത്. നോക്കട്ടെ, ഒന്ന് മധുരം നോക്കിയേക്കാം. കട്ടൻ ചായക്ക് അവർക്ക് നല്ല കടുപ്പവും വേണം, മധുരം കുറവും മതി എന്ന് എന്നോട് പറഞ്ഞേക്കണേ. അപ്പം ഇനി കൊടുക്കട്ടെ കേട്ടോ. കൊടുത്തേച്ച് വന്നാൽ ഈ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴുകി ശരിയാക്കണം. ഫാൻ ഓഫ് ചെയ്തേക്കട്ടെ. ആയിക്കോട്ടെ. പൊക്കത്തിട്ട് കൊടുത്താൽ മേടിച്ചു രുചിയാണല്ലോ. ആണോ? ഒഴിച്ചോ. നല്ല കിടിലൻ മാങ്ങാ മൊപ്പാസ്. അടിപൊളി. നല്ല രുചിയാട്ടോ ഇത്. കുറുകിയിരുന്ന അല്ലേ, കണ്ടമാനം കുറുകി. ഞാൻ ഇച്ചിരി തൊടുകറിയായിട്ട് എടുത്തോളാം. മതി. വേറെ ഞാൻ പറഞ്ഞില്ലേ വേറെ കാര്യം ഉണ്ടെന്ന്. എനിക്ക് സാമ്പാറിട്ട് കുഴയ്ക്കണം. എനിക്ക് സാമ്പാർ വേണോ പോലും അറിയില്ല. ഇപ്പൊ ഉലർത്ത് കറി, മാങ്ങാ മപ്പാസ് എങ്ങനെയുണ്ട്? കേമനല്ലേ? നല്ലതാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്നിട്ട് നേരി പുളിയുണ്ട്, ഇച്ചിരി ഷുഗർ ചേർത്തായിരുന്നു. എന്റെ കണ്ടോ, ഞാൻ ഓട്സ് കഞ്ഞി ആട്ടോ കഴിക്കണേ. ഞാനിപ്പോൾ ഈയിടെയായിട്ട് ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് ഓട്സ് കഞ്ഞിയാണ് കേട്ടോ. കാരണം ചോറാകുമ്പോഴേക്കും ആ കാർബോഹൈഡ്രേറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓട്സ് ആകുമ്പോൾ കൂടുതലും ഫൈബർ കണ്ടൻ്റ് അല്ലേ വരുന്നത്. അപ്പോൾ ഓട്സ് കഞ്ഞിയായിട്ട് എടുത്തിട്ട് ബാക്കി ചോറിൻ്റെ കറികളൊക്കെ കൂടെ കഴിക്കും. അപ്പോൾ നമുക്ക് ആ വൈറ്റമിൻസും കിട്ടിക്കോളുമല്ലോ. ചീരക്കറി, വെളുത്തുള്ളി പിക്കിള്, പിന്നെ അതുപോലെ തന്നെ ചക്കക്കുരു, പാവയ്ക്ക, ക്യാരറ്റ് മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ട്. അതും കിടിലനായിരുന്നു. മാങ്ങ മപ്പാസ് പിന്നെ പറയണ്ട, ഗംഭീര ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ലായിരുന്നു. അപ്പോഴേക്ക് ഈ പുളിയുള്ള ഐറ്റംസിനോട് ഇത്തിരി താല്പര്യം കുറവാണ്. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. കടുത്ത പുളിയൊന്നും അങ്ങനെ ഒട്ടും തന്നെ ഫീൽ ചെയ്തില്ല എന്നാണ് അപ്പോൾ പറഞ്ഞത്, നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് സംഭവം. നല്ല ടേസ്റ്റായിരുന്നു. ഈ ഓട്സ് കഞ്ഞി കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കുറച്ചധികമായി പോയി എടുത്തപ്പോൾ. കാരണം വെള്ളം ഒഴിച്ചിട്ട് അത് കഞ്ഞി വെച്ചപ്പോഴത്തേനും കുറച്ച് കൂടിപ്പോയി. ഞാൻ എടുത്ത അളവ് കറക്റ്റായിരുന്നു, പക്ഷേ ആ വെള്ളവും കഞ്ഞിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി കൂടിപ്പോയതാണ്. എനിവേസ് അടിപൊളി ഒരു ലഞ്ചായിരുന്നു കേട്ടോ.